ഇത് കൊച്ചി രൂപതയിലെ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ ഇടവകയിലെ നെൽസൺ സഞ്ജനി ദമ്പതികളുടെ മകൾ ദിയ. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദത്തിൽ 1ാം റാങ്ക് നേടിയിരിക്കുകയാണ്. വിജയം എന്നത് ഒരാളുടെ മാത്രം കഴിവും പ്രാപ്തിയും കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നാണെന്ന് വിശ്വസിച്ചിരുന്ന ദിയ പരാജയം രുചിച്ചറിഞ്ഞു എന്നും, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായതെന്നും വ്യക്തമാക്കുന്നു. ദിയ തന്റെ അനുഭവങ്ങൾ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു. കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ധ്യാനം ആദ്യമായിട്ട് കൂടുന്നത്, ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ ധ്യാനം. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ അധ്വാനം, എൻ്റെ കഴിവ് അല്ലെങ്കിൽ ഒരു ലക്ക്, അതാണ് നമ്മുടെ ജീവിതത്തിലെ സക്സസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ്. പക്ഷേ ആ ധ്യാനം കൂടിയതിന് ശേഷമാണ് ഇതൊന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പ് കുറേ ബുക്കൊക്കെ ഓൺലൈനിലും അല്ലാതെയൊക്കെ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കും. പക്ഷേ എൻ്റെ വീട്ടിലിരിക്കുന്ന ബൈബിൾ ഞാൻ ഒരു പ്രാധാന്യം കൊടുക്കത്തില്ലായിരുന്നു. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻസ് എൻ്റെ വീട്ടിലെ ബൈബിളിലുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഇപ്പോൾ എനിക്ക് ടെൻഷൻ ആകുലതയൊക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ ഞാൻ മത്തായി 6 വായിക്കും, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. പിന്നെ എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ ഹെബ്രായർ 11 വായിക്കുക. അപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും ബൈബിളിൽ ആശ്രയിക്കാനായിട്ടുള്ളൊരു മനസ്സ് കർത്താവ് തന്നു. അപ്പം അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കർത്താവിൻ്റെ കൃപയാണ് എനിക്കിപ്പോൾ ഒരു റാങ്കായിട്ട് വന്നത്. മുമ്പ് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞുള്ള സമയത്ത് തന്നെ നേരിട്ട് ട്രിവാൻഡ്രത്ത് UPSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 വർഷം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ നിന്ന് ഫുൾ ടൈം പഠിത്തമാണ്. എക്സാം എഴുതും, 2 തവണ ഞാൻ എഴുതി, 2 അറ്റംപ്റ്റിലും ഞാൻ ഫെയിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഇതുപോലെ പപ്പയമ്മയും ധ്യാനത്തിന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആകെ തകർന്ന് ഒരു ഡിപ്രഷൻ എന്നുള്ളൊരു ആങ്സൈറ്റി, ഡിപ്രഷൻ, ആകെ ഒരു മനസ്സൊക്കെ ആകെ തകർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ധ്യാനം സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആ പണ്ടത്തെ ഒരു സന്തോഷത്തെ ഒന്നുകൂടെ റിജുവനേറ്റ് ചെയ്യുന്ന ഒരു ധ്യാനമായിട്ട് മാറി. അപ്പോൾ കഴിഞ്ഞ ജൂൺ തൊട്ട് ഇപ്പോൾ വരെ എൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ഭയങ്കര പാരലായിട്ടാണ് പോകുന്നത്. അതായത് കർത്താവിൻ്റെ കൂടെയുള്ള ലൈഫാണ് ഏറ്റവും എനർജറ്റിക്, ഏറ്റവും ഹാപ്പിനെസ് നൽകുന്നതെന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. നമുക്കിവിടെ ധ്യാനം ലീഡ് ചെയ്യുന്ന ബെന്നി ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. അപ്പോൾ ബ്രദർ നമ്മുടെ അടുത്ത് പറയും, നമുക്ക് സ്വർഗത്തിൽ ഒത്തിരി ദൂതന്മാരുണ്ട്, നിങ്ങൾ അവരെയെല്ലാം ഹെൽപ്പിന് വിളിക്കണമെന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാനിങ്ങനെ, എനിക്കറിയാം എന്നെക്കൊണ്ട് എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് MA ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം ക്ലിയർ ആവണം. എൻ്റെ വീട്ടുകാർക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫുൾ MA കംപ്ലീറ്റ് ആവണം. അപ്പം ഞാൻ അപ്പം ഞാൻ ഇതുപോലെ ദൂതന്മാരെ സ്വർഗത്തിൽ വിളിക്കുമായിരുന്നു. പുറപ്പാട് 23:20, ഇതാ ഒരു ദൂതനെ ഞാൻ നിനക്ക് മുമ്പേ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. അപ്പോൾ ആ വചനം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഓരോ സബ്ജക്റ്റും ഇങ്ങനെ പറയും, കർത്താവെ എനിക്കൊരു ദൂതനെ തരണം, എനിക്ക് ഈ സബ്ജക്റ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നോട്ട്സൊക്കെ കളക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഓരോ ഈ MAയുടെ ആ ഒരു ജേണിയിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ദൂതന്മാരുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബേൺ ഔട്ട് ആവുമല്ലോ ഒത്തിരി പഠിച്ചു കഴിയുമ്പം. മുമ്പൊക്കെ അങ്ങനെയാണ്, ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം കഴിയുമ്പോൾ പിന്നെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥ. പക്ഷേ ഇത് ഫുൾ എനിക്കൊരു സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ഞാൻ ധ്യാനത്തിന് തലേന്ന് വരെ ഹോളി ഫയർ അനോയിന്റിംഗ് മിനിസ്ട്രിയുടെ ധ്യാനത്തിന് നിൽക്കും, പിറ്റേന്ന് പിന്നെ ഞാൻ പോയി പരീക്ഷ എഴുതും, അടുത്ത ആഴ്ച പിന്നെയും പരീക്ഷയാണ്. എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ ദൂതന്മാർ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് ആ ദൂതനെ അയച്ചതുകൊണ്ടാണ് ഏറ്റവും സ്മൂത്തായിട്ട് ഈ ഒരു ജേർണി പോയതും ഇപ്പോൾ ഈ റിസൾട്ട് വരെ എത്തിച്ചേർന്നത്. ഫ്യൂച്ചർ എന്താണെന്ന് ചോദിക്കുമ്പം ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അതോറിറ്റി ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ജോലിയാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് ജോബ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതായത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വേലയാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസും ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കർത്താവിനുള്ള ലൈഫാണ് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ലൈഫ്. ഈ മാതാപിതാക്കൾ ദിയയുടെ വിജയത്തിന് എത്രമാത്രം പങ്കുവഹിച്ചിട്ടുണ്ട്? അവർ തുടക്കം തൊട്ട് തന്നെ അവർ ധ്യാനത്തിന് പറഞ്ഞു വിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ധ്യാനത്തിന് പോയത്. ആ ഒരു സമയം ഇപ്പം ഞങ്ങൾക്ക് UPSC പഠിക്കുമ്പോൾ ഫിലോസഫി അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ അവിടെ മൊത്തം കാണുന്നത് ഇൻഡിവിജ്വൽ എഫേർട്ട്, ഇൻഡിവിജ്വൽ ആസ്പിറേഷൻ, അതാണ് ഏറ്റവും അവസാനം നമ്മൾ എത്തിക്കുന്നത്. അതായത് ഞാൻ പഠിച്ചാൽ എനിക്ക് കൊള്ളാം എന്നൊരു പോളിസിയാണ് അവിടെ ഞാൻ കണ്ടിരുന്നത്. പക്ഷേ അതൊന്നും അല്ല. പണ്ട് തൊട്ടേ അമ്മയും പപ്പയും പറയും, കർത്താവിൽ ആശ്രയിച്ച് പഠിക്കുക. നമ്മൾ ബൈബിളൊക്കെ വായിക്കും, എന്നാലും ഉള്ളിൽ നിന്ന് ആ ഒരു വിശ്വാസം ഇതുവരെ വന്നിരുന്നില്ല. ആ ധ്യാനത്തിലൂടെയാണ് എനിക്ക് ആ ഒരു സ്പാർക്ക് കിട്ടിയതും അതിപ്പോഴും നിലനിർത്താൻ പറ്റുന്നതും. ആ ധ്യാനവും ഇപ്പം ഞാൻ പ്രേക്ഷിതയായിട്ട് അതിൽ കയറിയത് കൊണ്ട് നമുക്ക് എപ്പോഴും അതിൻ്റെ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലിൽ താഴെ പോയാലും ആ ഒരു കൂട്ടായ്മയിലൂടെ എനിക്കത് ഉയർന്നു വരാനായിട്ട്, ഇപ്പം കൂടെയുള്ളവരൊക്കെ വിശ്വാസത്തിൽ നിറഞ്ഞ വ്യക്തികളായതുകൊണ്ട് നമുക്ക് ആ ഒരു പേസിൽ ഒരേപോലെ പോകാൻ പറ്റുന്നു. ഇനിയിപ്പോൾ കർത്താവിന് വേണ്ടി വേല ചെയ്യണമെന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടൊരു പ്രയോറിറ്റി മനസ്സിലുള്ളത്. പിന്നെ കർത്താവ് എത്തിക്കുന്നിടത്തോട്ട് എന്നെ എത്തിക്കട്ടെ. എല്ലാത്തിനും കർത്താവിന് സറണ്ടർ ചെയ്യണം എൻ്റെ ലൈഫ്. അതാണ് എൻ്റെ ഒരു